CPM മന്ത്രിമാരെ കുറിച്ച് ഏകദേശ ധാരണയായി. 12 മന്ത്രിമാർ, 2 സ്ത്രീകൾ. CPM സെക്രട്ടേറിയറ്റ് പൂർത്തിയായി. അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും. വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നു. ദിനകർ, വിശദാംശങ്ങൾ. അരുൺ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രിമാരെ സംബന്ധിച്ച് ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ട്. നാളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇക്കാര്യം മന്ത്രിമാരുടെ പേരുകൾ പരിഗണിക്കുന്നവരുടെ പേരുകൾ അവതരിപ്പിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അനുമതിയോടെയായിരിക്കും ഔദ്യോഗികമായി തീരുമാനം കൈക്കൊള്ളുക. മന്ത്രിമാരായി പരിഗണിക്കുന്നവരുടെ പേരുകൾ ഇതാണ്: ഡോക്ടർ TM തോമസ് ഐസക്, EP ജയരാജൻ, AK ബാലൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ, G സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, C രവീന്ദ്രനാഥ്, KT ജലീൽ, മേഴ്സിക്കുട്ടിയമ്മ, AC മൊയ്തീൻ എന്നീ 11 പേരാണ് മന്ത്രിമാരായി പരിഗണിക്കപ്പെടുന്നവർ. അതോടൊപ്പം സ്പീക്കറായി P ശ്രീരാമകൃഷ്ണനെയും പരിഗണിക്കപ്പെടുന്നു. ഇതിൽ 8 പുതുമുഖങ്ങളും 3 പേർ പരിചയസമ്പന്നരുമായിട്ടുള്ള ആളുകളാണ്. പരിചയസമ്പന്നരായിട്ടുള്ളവർ ഡോക്ടർ TM തോമസ് ഐസക്, AK ബാലൻ, G സുധാകരൻ എന്നിവർ മുൻ LDF സർക്കാരിലും മന്ത്രിമാരായിരുന്നു. 2 വനിതകളാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്: KK ശൈലജ ടീച്ചർ, അതോടൊപ്പം തന്നെ J മേഴ്സിക്കുട്ടിയമ്മ എന്നീ 2 പേരെയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പരിഗണിക്കപ്പെടുന്നവർ. നാളെ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളും. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചും ഏകദേശം ധാരണയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരം ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. അല്പസമയത്തിനകം LDF യോഗം AKG സെൻറ്ററിൽ ആരംഭിക്കും. ഘടകകക്ഷികൾക്കുള്ള മന്ത്രിമാരെ സംബന്ധിച്ചും ഘടകകക്ഷികൾക്ക് നൽകുന്ന മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചും യോഗത്തിൽ ധാരണ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചന. CPIക്ക് 4 മന്ത്രിമാരായിരിക്കും ഉണ്ടാവുക. ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളാൻ നാളെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും നാളെ MN സ്മാരകത്തിൽ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ NCP, ജനതാദൾ, കോൺഗ്രസ് എസ് എന്നീ പാർട്ടികൾക്കും ഓരോ മന്ത്രിമാരായിരിക്കും ഉണ്ടാവുക. അക്കാര്യം സംബന്ധിച്ചും ഇന്ന് ചേരുന്ന LDF യോഗത്തിൽ തീരുമാനം ഉണ്ടാകും. നാളെ ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടി CPM MLAമാരുടെ യോഗം AKG സെൻറ്ററിൽ ചേരുന്നുണ്ട്. നിയമസഭാ കക്ഷി നേതാവായി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ നാളത്തെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. അരുൺ, AKG സെൻറ്ററിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KG ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി തലസ്ഥാനം ഒരുങ്ങുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൻ ബഹുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഒരുക്കങ്ങൾ തുടങ്ങി. ബുധനാഴ്ച വൈകിട്ട് 5-നാണ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്നത്. ജനപക്ഷ സർക്കാർ അധികാരത്തിലേറുമ്പോൾ സാക്ഷികളാകാൻ പരമാവധി ജനങ്ങൾക്ക് അവസരമൊരുക്കാൻ വേണ്ടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ സാധാരണ രാജ്ഭവൻ അങ്കണത്തിലാണ് നടക്കാറ്. എന്നാൽ 2006-ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുജനങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു. പുതിയ LDF മന്ത്രിസഭയും ആ മാതൃക പിന്തുടരുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ബുധനാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുക. 50,000-ഓളം പേർക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത്. വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം പുതിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേൽക്കാൻ സെക്രട്ടേറിയറ്റും ഒരുങ്ങുന്നു. ഉമ്മൻചാണ്ടിയും മുൻ മന്ത്രിമാരും ഓഫീസുകൾ ഒഴിഞ്ഞതോടെ അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. NCPയുടെ മന്ത്രിയെ നാളെ അറിയാമെന്ന് NCP നേതാവ് പ്രഫുൽ പട്ടേൽ. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപനമുണ്ടാകും. NCPക്ക് ഉചിതമായ വകുപ്പ് നൽകണമെന്ന് പിണറായിയോട് ആവശ്യപ്പെടുമെന്നും പ്രഫുൽ പട്ടേൽ പറഞ്ഞു. I will. Of course, we have 2 MLAs. We have to make from our MLAs only. And as I said, we have discussed amongst ourselves. I will be going back to Delhi today, reporting to our party president. And after that, by tomorrow, I will be sending a communication to the LDF leadership as to our nominee for the government. കേരളത്തെ വിഴുങ്ങാനായി വാവിളർന്നു നിൽക്കുന്ന വിഷപ്പാമ്പിന്റെ പിടിയിൽ നിന്നും ഭാവി തലമുറയെ രക്ഷിക്കാൻ കേരളത്തിൽ ഇടതു ഭരണം വരേണ്ടത് അനിവാര്യമായിരുന്നുവെന്ന് VS. ദേശീയ തലത്തിൽ വർഗീയതയ്ക്ക് എതിരെ സന്ധിയില്ലാ പോരാട്ടം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമരശക്തി നിലനിർത്താനും കേരളത്തിലെ ഇടതു വിജയം അനിവാര്യമായിരുന്നു. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടങ്ങൾ തുടരും. തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത് ചരിത്രപരമായ കടമ നിറവേറ്റാനാണ്. നിറവേറ്റിയത് സമൂഹത്തോടും പാർട്ടിയോടും ജനങ്ങളോടുമുള്ള കടമയാണെന്നും VS തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു.
പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലം ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അദ്ദേഹം സന്ദർശിക്കുന്നു തത്സമയം. That fellow ran through that explosive inside the explosive. Sir. Not operate, sir. He was carrying the next explosive. So he put that. Immediately come. And blast happened. The most of the impact who died were standing that side and those places. There's no other experience. Sir, no other experience. The other side. Prasad. That whole building. Yes, sir. Those all were all the top, even the door. Security. And those are the ways are there. Outlets. Several outlets. It's not a, but it happens so fast that nobody can move and keep it up. Make it. Don't worry about it. Please. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലം ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ സന്ദർശിക്കുന്നു. കൊല്ലം ജില്ലാ കളക്ടർ എ ഷൈനമോൾ അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. സംഭവ സ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്ത്. തന്റെ തോൽവിക്ക് പിന്നിൽ ജില്ലാ സംസ്ഥാന നേതാക്കളെന്ന് ശോഭാ സുരേന്ദ്രൻ. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പരാതി നൽകി. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലും വിഷയം ഉന്നയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാനാവാത്തതിനു പുറകെ ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ തർക്കം രൂക്ഷമാവുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച തന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ബി.ജെ.പി. നേതാക്കൾ തന്നെ ശ്രമിച്ചെന്ന പരാതിയുമായി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശോഭ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പരാതി നൽകി. മുൻ സംസ്ഥാന അധ്യക്ഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ വി മുരളീധരനും ബി.ജെ.പി. പാലക്കാട് ജില്ലാ അധ്യക്ഷൻ സി കൃഷ്ണകുമാറും ചേർന്ന് തന്നെ തോൽപ്പിക്കാൻ ചരട് വലിച്ചെന്നാണ് പരാതി. ഒരു മദ്യവ്യവസായിയെ കൂട്ടുപിടിച്ചായിരുന്നു ഈ നീക്കമെന്നും പരാതിയിൽ പറയുന്നു.
BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലടക്കം താൻ പുറകോട്ട് പോയി. മിക്കയിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ലഭിച്ചില്ല. സംസ്ഥാന ജില്ലാ നേതാക്കൾ ചേർന്ന് UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന് വോട്ട് മറിക്കുകയായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെതിരെ ജില്ലാ നേതൃത്വത്തിൽ നിന്നും നേരത്തെ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. ശോഭയെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ജില്ലാ നേതൃത്വം പ്രതിഷേധം പരസ്യമാക്കുകയും ചെയ്തു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ച C. കൃഷ്ണകുമാറിനെ മാറ്റിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. തെരഞ്ഞെടുപ്പിൽ തോറ്റ മറ്റു ചില നേതാക്കൾക്കും സമാന രീതിയിലുള്ള പരാതിയുണ്ടെന്നാണ് സൂചന. ഇതോടെ BJP സംസ്ഥാന നേതൃത്വത്തിൽ നേരത്തെയുണ്ടായിരുന്ന ചേരിപ്പോര് തെരഞ്ഞെടുപ്പിന് ശേഷം രൂക്ഷമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദില്ലിയിൽ CPIM ആസ്ഥാനമായ AKG ഭവനെതിരെ നേരെ BJP ആക്രമണം. AKG ഭവന്റെ ബോർഡ് BJP പ്രവർത്തകർ തല്ലി തകർത്തു. 2 മണിക്കൂറോളം BJPക്കാർ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അഴിഞ്ഞാടി. ദില്ലി പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നു. കേരളത്തിൽ CPIM നേടിയ ജനാധിപത്യ വിജയം അംഗീകരിക്കാൻ മടിയായതിനാലാണ് BJP ആക്രമണം നടത്തുന്നത് എന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. BJP ദില്ലി സംസ്ഥാന അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയുടെ നേതൃത്വത്തിലായിരുന്നു CPIM ദേശീയ ആസ്ഥാനത്തിന് നേരെ ആക്രമണം. കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് AKG ഭവന് നേരെ പ്രകടനം നടത്തുമെന്ന് നേരത്തെ BJP പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ AKG ഭവന് മീറ്ററുകൾക്കകലെ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷെ പ്രകടനക്കാർ എത്തിയതോടെ പോലീസ് പിൻവാങ്ങി. ബാരിക്കേഡുകളെല്ലാം നിഷ്പ്രയാസം തകർത്തു. കേരളത്തിനെതിരെ മുദ്രാവാക്യം വിളികളുമായി AKG ഭവന് നേരെ പ്രകടനക്കാർ ആഞ്ഞെടുത്തു. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ അസഭ്യം പറഞ്ഞും അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഉയർത്തിയായിരുന്നു പ്രകടനം. AKG ഭവനിനുള്ളിലേക്ക് കടക്കാനും പ്രകടനക്കാർ ശ്രമിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ AK ഗോപാലൻ ഭവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചുവന്ന ബോർഡ് കല്ലുകൊണ്ട് ഇടിച്ച് പ്രവർത്തകർ തകർത്തു. ഏകദേശം 2 മണിക്കൂറോളം റോഡ് മുഴുവൻ അഴിഞ്ഞാടുകയായിരുന്നു BJP. കേരളത്തിൽ പാർട്ടി നേടിയ ജനാധിപത്യ വിജയം അംഗീകരിക്കാൻ BJPക്ക് കഴിയാത്തതുകൊണ്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. This happened all across the state of Kerala, that the BJP is simply just not willing to accept the democratic verdict of the people of Kerala. കേരളത്തിൽ സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ CPIM ആക്രമണം നടത്തുന്നുവെന്ന് ആരോപിച്ച് നടന്ന പ്രകടനം തന്നെ ആക്രമണമായി. വലിയൊരു സംഘർഷത്തിനാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. BJP അതിന്റെ എല്ലാവിധ ഭരണ സ്വാധീനങ്ങളും ഉപയോഗിച്ചപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുമ്പിലെ ബോർഡുകൾ വരെ തകർക്കപ്പെട്ടു. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. അടിയന്തരാവസ്ഥയിലെ പോലീസ് മർദ്ദനം പിണറായിക്ക് നൽകിയത് അസാമാന്യ കരുത്താണെന്ന് AK മൂസ മാസ്റ്റർ. കണ്ണൂർ SN കോളേജിൽ കേരള സ്റ്റുഡന്റ് ഫെഡറേഷൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന മൂസ മാസ്റ്റർ പിണറായിയുമായി ഇന്നും ഏറെ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ്. പിണറായി വിജയനെ ജയിലിൽ നിന്ന് പരിശോധനയ്ക്കായി കണ്ണൂരിലെ മൂപ്പൻസ് ക്ലിനിക്കിൽ എത്തിച്ചപ്പോഴാണ് മൂസ മാസ്റ്ററെ ഇന്നും വേദനിപ്പിക്കുന്ന രംഗം കാണാനിടയായത്. അന്ന് കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനായ മൂസ മാസ്റ്റർ പരിശോധനയ്ക്കായി ക്ലിനിക്കിൽ എത്തിയതായിരുന്നു. ട്രക്ക് പോലുള്ളൊരു വണ്ടിയിലാണ് ജയിലിൽ നിന്ന് ഭീകരമർദ്ദനത്തിനിരയായ പിണറായിയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നത്. പോലീസുകാർ അദ്ദേഹത്തെ എക്സ്റേ റൂമിലേക്ക് കയറ്റി. അപ്പോൾ അകത്തേക്ക് കയറുന്ന വാതിലിന് അഭിമുഖമായിട്ടാണ് അദ്ദേഹത്തെ കിടത്തിയപ്പം കാല് വന്നത്. അപ്പോൾ കാലിൻ്റെ അടിയാണ് കണ്ടത്. സാധാരണ നമ്മുടെ ഒക്കെ കാല് ഉള്ളംകാല് ഉള്ളോട്ട് കുഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. ഇത് പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കുകയാണ് 2 കാലം. അപ്പോൾ തന്നെ ഇത് രൂക്ഷമായ മർദ്ദനമാണെന്ന് മനസ്സിലായി. ഞാൻ അവിടെ തന്നെ ഇരുന്നു. എക്സ്റേ കഴിഞ്ഞ് പുറത്തിറങ്ങി കൊണ്ടുപോകുമ്പോൾ കാണുന്നത് ഒരു കാല് തീരെ നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എല്ലോ മറ്റോ പൊട്ടിയിട്ടുണ്ടാവുന്നതാണ്. വളരെ അവശനായിരുന്നു. ആ രംഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി ഇദ്ദേഹത്തിന് തിരിച്ച് ഒരു ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് പൂർണ്ണമായും. പരിശോധനയ്ക്കു ശേഷം വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ച ഡോക്ടറുടെ ഇടപെടൽ നിർണായകമായിരുന്നെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ഭീകരമർദ്ദനത്തിൽ നിന്ന് ലഭിച്ച പിണറായിയുടെ മനക്കരുത്ത് തലശ്ശേരി കലാപവേളയിലും കണ്ടതായി മൂസ മാസ്റ്റർ പറയുന്നു. പ്രതികൂലമായ ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ പറ്റി. ഇതിനപ്പുറം ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടാവേണ്ടതില്ലല്ലോ. തലശ്ശേരി കലാപം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അന്ന് പിണറായി ഇറങ്ങിയത് നമുക്കുണ്ടായ ആത്മവിശ്വാസം അത് ഭയങ്കരമായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് പിണറായിയുടെയോ പാർട്ടിയോ നിർദ്ദേശമൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മുസ്ലിംസും ഹിന്ദുസും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനെതിരായിട്ട് ഈ പുറത്ത് റോന്തി ഈറ്റാൻ വേണ്ടി കാവൽ നിൽക്കുമ്പോൾ പാർട്ടി കൊടുത്ത നിർദ്ദേശം മുസ്ലിമായ കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റിവെച്ചിട്ട് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരോട് മുമ്പ് തിരിഞ്ഞ് സംരക്ഷണം നടത്തിയെടുക്കാനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണം ആ കാലത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് RSSകാർ ആക്രമിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു മുസ്ലിമിനെ ഒരേ സമയത്ത് കൊല്ലപ്പെട്ട് കിട്ടിയാൽ അവർ ജയിച്ചു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ അക്രമത്തിന് വിധേയരാക്കാതെ സംരക്ഷിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത്രത്തോളം ജാഗ്രതയോടെയാണ് പാർട്ടി അന്ന് പ്രവർത്തിച്ചത്. പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കരുത്തു പകർന്ന വീര്യവുമായാണ് പിണറായി വിജയൻ കേരളത്തിന്റെ ഭരണ നേതൃത്വം ഏറ്റെടുക്കുന്നതെന്ന് ചുരുക്കം.
പോലീസിന്റെ മൂന്നാം മുറയിൽ പരിക്കേറ്റ് ചോര പുരണ്ട ഷർട്ടുമായി കേരള നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഇന്നും സഭാചരിത്രത്തിന്റെ ഭാഗമാണ്. AK ലതീഷ്, പാലക്കാട്. ഗുഡ്വിൻ ജ്വല്ലറിയുടെ 1ാം വാർഷികാഘോഷങ്ങൾക്ക് തൃശൂർ കുറുപ്പം റോഡ് ഷോറൂമിൽ തുടക്കമായി. ഗുഡ്വിൻ ഗ്രൂപ്പ് ചെയർമാൻമാരായ AG മോഹനൻ, ശാന്താമോഹനൻ എന്നിവർ ചേർന്ന പരിപാടിയിൽ ഭദ്രദീപം കൊളുത്തി. തേറമ്പിൽ രാമകൃഷ്ണൻ, കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ, ജയരാജ് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഗുഡ്വിൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ സുധീഷ് കുമാർ, സുധീർ കുമാർ എന്നിവർ അറിയിച്ചു. തിരുവല്ലയിൽ നവീകരിച്ച KGA കോണ്ടിനെന്റൽ എലൈറ്റ് ഹോട്ടലിന്റെ ഉദ്ഘാടനം മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്ത നിർവഹിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു.